കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ള ആലോചിക്കണം. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥതയോ അസംതൃപ്തിയോ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജയിപ്പിച്ചവരെ തോൽപ്പിക്കും. പരാജയപ്പെട്ടവർക്കും ജനാധിപത്യത്തിനൊരു സ്ഥാനമുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പരാജയപ്പെട്ടവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം. വിജയിച്ചവർ അധികാരം കൈയാളുമ്പോൾ അധികാരമില്ലാത്ത പരാജയപ്പെട്ടവർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം, അവരെ സഹായിക്കാം. അങ്ങനെ വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരും അധികാരം നഷ്ടപ്പെട്ടവരും തമ്മിലുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തും. ആ വിലയിരുത്തലിൽ അധികാരം കൊടുത്ത ആളുകളെക്കാൾ കൂടുതൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അധികാരം കൊടുക്കാത്തവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ തോക്കുകയും തോറ്റുകയോ ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവും വിസ്മരിച്ച് നമ്മൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞ് ചെർക്കള അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയ മാഹിൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS മൊയ്തു ഗോളിയെടുക്ക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM നസീമ, സോയ ലത്തീഫ്, പൃഥ്വിരാജ്, ജഗന്നാഥ ഷെട്ടി, K ലീല, അസ്മിന, ഹബീബ്, CV ജെയിംസ്, സക്കീന അബ്ദുള്ള, ഖാദർ മാന്യ, മഹേഷ് വളകുഞ്ച, അഡ്വക്കേറ്റ് നസീമ, AK ജലീൽ, ഷാഹിദ അഫ്സൽ, നിസ്ലു, സഫീന ഹുസൈൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AA ജലീൽ, അസിസ്റ്റന്റ് പ്ലാനിംഗ് കോർഡിനേറ്റർ സുഗുണകുമാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോൺ A ഡിക്രൂസ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ അർജുനൻ സ്വാഗതവും K കിഷോർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.